നമസ്കാരം. താലൂസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ ആൻസേഴ്സാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/2026 ആണ്. ക്വസ്റ്റ്യൻ കോഡ് ബി ആണ്. ബി ക്വസ്റ്റ്യൻ കോഡാണ് ഉള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കാം, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി EP രാജഗോപാൽ. നെക്സ്റ്റ് ചോദ്യം, കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ആൻസർ GV രാജ അവാർഡ്. നെക്സ്റ്റ്, പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒഡീഷ. ലോഹങ്ങളുടെ രാജാവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്ത. നെക്സ്റ്റ്, തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ. അടുത്ത ചോദ്യം, ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വോളാർ തടാകം. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അമാൻ സേതു. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഷാഹി പാത. എണ്ണപ്പാടം ആസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ദിഗ്ബോയ്. ആൻസർ ഓപ്ഷൻ ബി ദിഗ്ബോയ്. നെക്സ്റ്റ് ചോദ്യം, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചപ്രയാഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ആൻസർ ധാർവാർ ശിലകളിൽ. ധാർവാർ ശിലകളിൽ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി രാഗാസ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മിസോറാം. ആൻസർ ഓപ്ഷൻ ബി മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സൻഗാൻഡൻ പാത. സൻഗാൻഡൻ പാത. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉമാണ്. നെക്സ്റ്റ്, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുപ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയായ പ്രസ്താവനകൾ ആണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ സി രാജഗോപാലാചാരി. നെക്സ്റ്റ്, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അരുണ അസബലി. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേൽ ലഭിച്ചത്?
ആൻസർ ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. നെക്സ്റ്റ്, ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. വിവരാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവരിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3, 4. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2, 4. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സിറ്റിസൺ ഫോർ ഡെമോക്രസി. ആൻസർ ഓപ്ഷൻ എ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ വി ഹരി നായർ. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ആൻസർ മൗലിക കർത്തവ്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ആലുവ. നെക്സ്റ്റ് ചോദ്യം, ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരി പ്രസ്താവനകളാണ്. 2ഉം 4ഉം ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? ആൻസർ ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പാലക്കാട് ചുരം. മലയാള സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഇവരിൽ ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി JC ഡാനിയൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണിക്കൊന്ന. അസമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 5 വണ്ണം എന്നത് എന്തായിരുന്നു? വാണിജ്യ സംഘം. 5 വണ്ണം എന്നത് വാണിജ്യ സംഘം. കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? തെന്മല. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിൽ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി എറണാകുളം. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? മാപ്പിള കലാപം. നെക്സ്റ്റ് വൺ, പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, കുളച്ചിൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരാണ്? ഓപ്ഷൻ എ ഡിലലോയ്. തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ഓപ്ഷൻ ഡി 1ഉം 2ഉം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 2, 4, 3, 1 എന്ന ക്രമം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആൻസർ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. നെക്സ്റ്റ് വൺ, സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. നെക്സ്റ്റ് ചോദ്യം, സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം ഇതേതിലെ വരികളാണ്? ആൻസർ ഓപ്ഷൻ ബി ദൈവ ദശകം. നെക്സ്റ്റ്, വായു മലിനീകരണം അളക്കുന്നതിനും
അന്തരീക്ഷത്തിലെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, ആർ തെറ്റാണ് എന്നുള്ള പ്രസ്താവന പക്ഷെങ്കിൽ ആറും പരിഗണിക്കാം. ഓപ്ഷൻ എയും കൂടി നമുക്ക് നോക്കാം, കമൻറ്റ് ചെയ്യാം. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഒരു സസ്യത്തിൻ്റെ സങ്കരയിനമാണ് പയർ. നെക്സ്റ്റ് ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ധമനിയും ഭിത്തിയെയും കുറിച്ചുള്ളതാണ്. അതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ്. ഓക്കെ, എയും ഡിയുമാണ് ശരി ആൻസേഴ്സ്. എയും ഡിയും ശരിയാണ്. എയും ഡിയുമാണ് ശരി പ്രസ്താവനകൾ. 65ൻ്റെ ആൻസർ. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ ഡി. എപ്പോഴും പറയുന്ന വിറ്റാമിൻ ഡി, എപ്പോഴും കാൽസ്യം, വിറ്റാമിൻ ഡി എന്നുള്ള കണക്ഷൻ. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ആൻസർ ഓപ്ഷൻ സി ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കുവാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൻ പൊക്കുടൻ. മനുഷ്യശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ജീവിത ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുക? ആൻസർ ഓപ്ഷൻ സി മെലാറ്റോണിൻ. നെക്സ്റ്റ് ചോദ്യം, വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ സ്ഥിതികോർജ്ജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനിലയാണ്? ആൻസർ ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 2000 ഹെർട്സ്. 20 to 20 ഹെർട്സ്, 20,000 ഹെർട്സ് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഏത് തന്നെയാണ്? 2000 ഹെർട്സ് ആണ്. ആൻസർ ഓപ്ഷൻ ബി 2000 ഹെർട്സ്. 12, 13, 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ്? ആൻസർ ഓപ്ഷൻ എ ഉത്പതനം. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സിലിക്കൺ. ഓപ്ഷൻ സി സിലിക്കൺ. ഉത്കൃഷ്ടവാതകം അല്ലാത്ത മൂലകം സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ സി സിങ്ക്. നെക്സ്റ്റ് വൺ, പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരു കുതിരശക്തി എത്രയാണ്? 746 വാട്ടാണ്. ആൻസർ ഓപ്ഷൻ ബി 746. നെക്സ്റ്റ് വൺ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റേഡിയം. ഓക്കെ, ബാക്കി 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ഡേയിൽ.